നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഹുലിൻ ആൽവാരസ് ടു FC ബാഴ്സലോണ എന്നുള്ളത് തന്നെ ആയിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ESPN FC ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ട്. അതിലവർ പറയുന്നത് ബാഴ്സലോണ മേക്ക് കോൺടാക്റ്റ് വിത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് ഓവർ പൊട്ടൻഷ്യൽ ഹുലിൻ ആൽവാരസ് ഡീൽ. ഒരു സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഹുലിൻ ആൽവാരസ് ഡീലിന് വേണ്ടി പൊട്ടൻഷ്യൽ ഹുലിൻ ആൽവാരസ് ഡീലിന് വേണ്ടി ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. നേരത്തെ തന്നെ പുറത്തേക്ക് വരുന്ന വാർത്തകളിൽ ഒന്നായിരുന്നു ബാഴ്സലോണയുടെ ഒരു പ്രയോറിറ്റി സൈനിങ് അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് ഹുലിയൻ ആൽവാരസ് ആണ് എന്ന്. ബാഴ്സ കോച്ച് അൻസി ഫ്ലിക്ക് ക്ലബിനോട് ഒരു പുതിയ നമ്പർ 9 ആവശ്യമുണ്ട് എന്ന് അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആൽവാരസിനെ ഐഡിയൽ കാൻഡിഡേറ്റ് ആയിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അതായത് ഫ്രണ്ട് 3 വിത്ത് ലാമിനെ യമാൽ, റാഫീഞ്ഞ പ്ലസ് ഹുലിൻ ആൽവാരസ്. ഇതാണ് അടുത്ത സീസണിലേക്ക് ബാഴ്സലോണ കാണുന്ന ഫ്രണ്ട് 3 എന്നുകൂടി ഇപ്പോൾ ESPN FC റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യലി ഇത് ബാഴ്സലോണയ്ക്ക് എത്രത്തോളം സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡീലാണ് എന്നുള്ളതാണ്. ESPN FC റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് താരത്തിനു വേണ്ടി വലിയ ഒരു തുക തന്നെ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ 26-കാരനായിട്ടുള്ള ഹുലിൻ ആൽവാരസ് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് 2024 ജോയിൻ ചെയ്തതാണ്. അതിൽ 95 മില്യൺ യൂറോ ആഡ് ഓൺ കൂടി ഇൻക്ലൂഡ് ചെയ്യപ്പെടുമ്പോൾ അത്രയധികം തുക കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ അത്ലറ്റിക്കോ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. 2030 വരെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് കോൺട്രാക്റ്റ് ഉള്ളത്. റിലീസ് ക്ലോസ് 500 മില്യൺ യൂറോയുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു താരത്തെ സ്വന്തമാക്കാൻ ഒരിക്കലും എളുപ്പമായിരിക്കില്ല. ലഭ്യമാവുന്ന വിവരപ്രകാരം 120 മില്യൺ യൂറോ എങ്കിലും ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് താരത്തിന് വേണ്ടി ചോദിക്കുന്നുണ്ട്. ബാഴ്സലോണ ആവട്ടെ 70 മില്യൺ യൂറോയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു കൺസിഡറബിൾ ആയിട്ടുള്ളൊരു ഗ്യാപ്പ് ഈ വാല്യുവേഷനിൽ സംഭവിച്ചിട്ടുണ്ട്. അത് നെഗോസിയേഷനിലൂടെ എത്രത്തോളം മാറി വരുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ട്രാൻസ്ഫർ നടക്കാൻ ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഒരു പ്രതിബന്ധമായിട്ട് നിൽക്കുക. കാത്തിരിക്കാം ഇതിൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.